കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി. സ്കൂൾ കുട്ടികളെ അടക്കം തുരത്തുന്നത് ഇവിടെ തുടർക്കഥയാണെങ്കിലും അധികൃതർ ഒരു ഇടപെടലും നടത്തുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം വന്ധ്യംകരണ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാരുതി പറഞ്ഞു. മലബാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ പരിസരം തെരുവു നായ്ക്കളുടെ താവളമാണ്. ഇതുവഴി കടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും നേരെ നായ്ക്കൾ കുരച്ചു ചാടുന്നതും പതിവാണ്. നിത്യേന സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം നായ്ക്കൾ ഓടിക്കാറുണ്ട്. അതിനിടെ വിദ്യാർത്ഥികൾക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ്. ആളൊഴിഞ്ഞ പറമ്പുകൾ കേന്ദ്രീകരിച്ചാണ് നായ്ക്കൾ തമ്പടിക്കുന്നത്. ടൂറിസം മേഖലയിലെത്തുന്നവരെ തെരുവുനായ ഓടിക്കുന്നത് കേരളത്തിന് തന്നെ നാണക്കേടാണെന്നും ഇതിന് എന്തെങ്കിലും മാറ്റമുണ്ടാകണമെന്നും പ്രദേശത്ത് താമസിക്കുന്ന ഫർഹാൻ യാസിന്റെ വാക്കുകൾ. ഒരുപാട് ടൂറിസം രാവിലെ തൊട്ട് രാത്രി വരെ ആൾക്കാർ വരുന്ന സ്ഥലം കൂടിയാണ്. പക്ഷേ റോട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നായ്ശല്യം അതിരൂക്ഷം. വരുന്ന ടൂറിസ്റ്റുകളെ ഓട്ടിക്കുക, കുട്ടികളെ ഓട്ടിക്കുക, രാവിലെ സ്കൂൾ കുട്ടികളെ കളിക്കാൻ ഓടുക. അപ്പം ഇത് നിരന്തരമായ ശല്യമാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഒരു ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഫുൾ നായ്ക്കളുടെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് തവണ പഞ്ചായത്തിൽ പ്രസിഡന്റ്, സെക്രട്ടറി, വാർഡ് മെമ്പറൊക്കെ പരാതിപ്പെട്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കം പോലും ഇതുവരെ കണ്ടില്ല. പറയുമ്പോഴൊക്കെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന നിസ്സഹായാവസ്ഥയിലുള്ള മറുപടിയാണ് പറയുന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങാനോ രാത്രികാലത്ത് ഇതുവഴി വീട്ടിലേക്ക് പോകാനോ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടികളെ സ്ഥിരമായി നായ്ക്കൾ തുരത്തി ഓടിക്കുന്നുണ്ട്. ഗ്രാമസഭയിൽ പലതവണ വിഷയം ഉന്നയിച്ചിട്ടും ഒളവണ്ണ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. കോർപ്പറേഷൻ വരെ വന്നിട്ട് ഈ വണ്ടികളൊക്കെ വരും, കോർപ്പറേഷൻ്റെ വണ്ടി വരുന്നുണ്ട്, ആ റോഡിൽ വരും, കോളേജ് റോഡിൽ വരും. അവിടുന്ന് കുറേ പട്ടികളെ പിടിച്ചു കൊണ്ടുപോകും. അവരെ വന്ധ്യംകരണം ചെയ്തിട്ടോ എങ്ങനെയോ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നുണ്ട്. പക്ഷേ നമ്മുടെ പഞ്ചായത്തിലേക്ക് ആരും വരുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ എല്ലാവരും പിന്നാലെ ഇത് ഓടി വരുന്നുണ്ട്. രാത്രിയായാലും ഭയങ്കര ശല്യവും. രാവിലത്തെ പ്രഭാത സവാരിയൊക്കെ മിക്കവാറും ആൾക്കാർ മാറ്റിച്ചിരിക്കുക. അപ്പം കാരണം ഈ നായ്ക്ക ശല്യം കൊണ്ട്. പിന്നെ കൂടാതെ ഇപ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പിന്നാലെ വിടുക. പിന്നെ അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഈ പഞ്ചായത്ത് പിന്നെ ഇതുവരെ അങ്ങനത്തെ ഇതിന് വേണ്ടൊരു ആക്ഷൻ ഒന്നും ഇതുവരെ എടുത്തതായിട്ട് കണ്ടില്ല. മാലിന്യം വലിച്ചെറിയുന്നത് മൂലമാണ് തെരുവു നായ്ക്കൾ വർദ്ധിക്കുന്നതെന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാരുതി വ്യക്തമാക്കുന്നു. ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ABC പദ്ധതി മാത്രമാണ് തെരുവുനായ ശല്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ ഏക പരിഹാരമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തെരുവുനായ ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വന്ധീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഏക പരിഹാര മാർഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. മറ്റൊന്നും ഇപ്പോഴത്തെ നിയമപ്രകാരം നമുക്ക് മറ്റു രീതികളിലേക്കൊന്നും ചെയ്യാൻ വേണ്ടി നിർവാഹമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ധീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേവിഷബാധ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വാക്സിനേഷനും വളരെ കൃത്യമായിട്ട് പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട്. തെരുവുനായ്ക്കൾ അക്രമാസക്തരാകുന്നത് തടയാൻ അധികൃതരുടെ ഇടപെടൽ അനിവാര്യമാണ്. അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണം. രൂക്ഷമായ തെരുവുനായ ശല്യം മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻസിന് സമീപത്ത് താമസിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇത് സംബന്ധിച്ച് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലെന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കാമെന്ന ഒരു കൃത്യമായ വ്യക്തത അധികൃതർക്കുമില്ല. ഇതിനൊരു ശാശ്വത പരിഹാരം കൂടിയേ തീരും. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.